പൊന്നാരച്ചങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടങ്ങൾ എല്ലാവരും അന്തം വിട്ട് പോട്ടോ. എന്താ ചോദിച്ചാൽ ഇന്നത്തെ വീഡിയോ വെച്ചാൽ വളരെയധികം ഉപകാരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്താ ചോദിച്ചാൽ നമ്മൾ പലരും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണല്ലോ. ഞാനും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാറുണ്ട് കേട്ടോ. ഒരുപാട് സമയങ്ങളിൽ ട്രെയിനിൽ യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ രാത്രി സമയത്തും ഉച്ച സമയത്തൊക്കെ നമുക്ക് വിശക്കണ സമയത്തൊക്കെ നമ്മൾ ട്രെയിനിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം തന്നെയല്ലേ മേടിച്ച് കഴിക്കൽ. അപ്പോൾ എന്തായാലും നമുക്ക് ആ സമയത്ത് അതേ കിട്ടാനുള്ളൂ കേട്ടോ. നമുക്ക് ആ സമയത്ത് ഷോപ്പിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഈ ട്രെയിനിൽ നിന്നൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ആ ഒരു ഫുഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഏത് രീതിയിലേക്കാണ് വരുന്നത്, നമ്മളൊന്നും ചിന്തിക്കാറില്ല. അവർ പറയുന്ന കാശ് നമ്മൾ കൊടുക്കണു, അതിൻ്റെ ആ റേറ്റ് കൊടുക്കുന്നു, അതേമാതിരത്തിന് ആ ഭക്ഷണം വാങ്ങിക്കണു, നമ്മൾ കഴിക്കണു, കൈ കഴുകണു, പഴയമാതിരി യാത്ര ചെയ്യണു, അത്രേ ഉള്ളൂ. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടിരുന്നു വെച്ചാൽ നിങ്ങൾ അന്താളിച്ച് പോട്ടോ. സത്യം പറയുകയാണെന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് കണ്ടുനോക്കിയൊക്കെ അല്ലേ. ട്രെയിനിൽ ഉപയോഗിച്ച ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ വീണ്ടും കഴുകി ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ഈറോഡ് ജോഗ്ബാനി അമൃത് ഭാരത് എക്സ്പ്രസിലാണ് സംഭവം. യാത്രക്കാരനായ രവി ദ്വിവേദിയാണ് പകർത്തിയ വീഡിയോയാണ് പുറത്തു വന്നത്. സത്നയിൽ നിന്നും ഈ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന ഒരാൾ തന്നെയാണ് ഇത് പകർത്തിയിരിക്കുന്നത്. അയാളുടെ പേര് രവി ദ്വിവേദി എന്ന ആളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുകയും പിന്നീട് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത് പങ്കുവെക്കുകയും ചെയ്തത്. ട്രെയിനിലെ സർവീസ് സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഭക്ഷണം നൽകുന്നത് സംബന്ധിച്ച് പലപ്പോഴും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ അമൃത് ഭാരത് എക്സ്പ്രസിൽ തന്നെ ഉപയോഗിച്ച ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ കഴുകിയതിനു ശേഷം വീണ്ടും അതിൽ ഭക്ഷണം നിറച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നതിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്ലേറ്റുകൾ കഴുകുന്ന വ്യക്തിയോട് ഇതെന്തിനാണ് കഴുകുന്നതെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ഭക്ഷണം നിറച്ച് വിതരണം ചെയ്യാനാണ് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുമുണ്ട്. എങ്ങനെയുണ്ട്? ഇനി നമ്മൾ എന്ത് കണ്ടിട്ടാണ് നമ്മൾ ട്രെയിനിൽ നിന്നൊക്കെ ഭക്ഷണം മേടിച്ച് നമ്മൾ കഴിക്കുക അല്ലേ? അപ്പോൾ എന്തായാലും ഈ ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി കണ്ടില്ലേ നിങ്ങൾ? അതേ വാഷ്റൂം മറ്റേ വാഷ് സ്പേസിൽ പോയിട്ട് അതേ പ്ലേറ്റ് നന്നായിട്ട് കഴുകണു, ഒരു കൂസലും ഇല്ലാണ്ട് കഴുകണു, അതേ മരത്തിന് അവിടെ താഴത്ത് അടുക്കി വെക്കണു. അടുത്ത ഭക്ഷണം അതേ പാത്രത്തിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി തോന്നുമോ? എന്താ ചോദിച്ചാൽ ഇതിപ്പോൾ റെയിൽവേൻ്റെ അറിവിലാവാൻ വേണ്ടിയിട്ട് ചാൻസ് വളരെ കുറവാണ് കേട്ടോ. റെയിൽവേക്കാർ അത്രയ്ക്കും ഒരു തരം താന്ന പരിപാടി ഒന്നും ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. റെയിൽവേക്കാർ അങ്ങനെ ചെയ്യില്ല. പക്ഷെ എനിക്ക് തോന്നണത് ഒന്നാമത്തെ കാര്യം ചിലപ്പോൾ വർക്കർമാരാണോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് കോൺട്രാക്ടർമാരാണോ എന്താ സംഗതി ഒന്നും അറിയില്ല കേട്ടോ. പക്ഷെ അത് കോൺട്രാക്ടർമാരുടെയും അറിവിലായിരിക്കുമോ അല്ലേ ഒന്നും അറിയില്ല. പക്ഷെ നമ്മൾ ഇപ്പൊക്കെ ട്രെയിനിനൊക്കെ ഭക്ഷണം വിളമ്പി തരണതൊക്കെ നമ്മൾ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്, നമ്മളെ മലയാളീസ് ഒന്നല്ല. ഇവരുടെ ഈ പാനിപ്പൂരി അത് ഓരോരോ വീഡിയോസ് കണ്ടാൽ തന്നെ നമുക്ക് എൻ്റെ മോനെ കഴിക്കാൻ തന്നെ തോന്നില്ല. ഇവരൊക്കെയാണ് ഇപ്പൊ അതിന്റെ സപ്ലയറും കുക്കിംഗ് ഒക്കെ ഉണ്ടാക്കണത് അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ പറയാതിരിക്കാൻ തോന്നിയില്ല കേട്ടോ. കണ്ടപ്പോൾ പറഞ്ഞതാണ്. ഇപ്പോൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക ഭക്ഷണം കഴിക്കണ സമയത്തൊക്കെ കേട്ടോ. അപ്പോൾ എന്നാൽ ശരി, അടുത്ത നല്ലൊരു വീഡിയോ കാണുമായിരിക്കും. ഓക്കെ, ബൈ.